Hello everyone. In this video, we are going to discuss problems on the topic linear phase shaping circuit. First problem, prove that the circuit shown in figure work as a differentiator. So ഇവിടെ തന്നിട്ടുള്ളത് ഒരു RL സർക്യൂട്ട് ആണ്. ഈ സർക്യൂട്ട് ഒരു ഡിഫറൻഷിയേറ്റർ ആണെന്ന് പ്രൂവ് ചെയ്യണം. So let I be the current through this circuit. Now output voltage VO is equal to L into di by dt. ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടാണ്. ഇൻഡക്ടറിന്റെ വോൾട്ടേജിന്റെ ഇക്വേഷൻ ആണ് L into di by dt. That's why VO is equal to L into di by dt. നെക്സ്റ്റ് എന്താണ്? ഒരു സർക്യൂട്ട് ഡിഫറൻഷിയേറ്റർ ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ സർട്ടൻ കണ്ടീഷൻ ഉണ്ട്. അതേപോലെ RL സർക്യൂട്ട് ഡിഫറൻഷിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ ആണ് R should be greater than XL, reactance of inductor. So നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജിന്റെ ഓൾമോസ്റ്റ് ഓൾ പോർഷൻ will appear across this resistor. So ഈ കണ്ടീഷൻ ആണെങ്കിൽ VR is equal to VI ആയിരിക്കും. If R is greater than or equal to XL, then VR is equal to VI. അപ്ലൈ ചെയ്യുന്ന എല്ലാ വോൾട്ടേജും റെസിസ്റ്ററിന് എക്രോസ് ആയിട്ടായിരിക്കും. സോ കറന്റ് എന്ന് പറയുന്നത് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ദിസ് വോൾട്ടേജ് VR. സോ നമുക്ക് I എന്ത് എഴുതാം? I is equal to VR by R, which is equal to VI by R. Now നമുക്ക് ഐയുടെ വാല്യൂ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So VO is equal to L into d by dt of VI by R. So rearrange this equation, we will get L by R d by dt of VI. So here the value of L and R is constant. So VO is directly proportional to d by dt of VI. So this circuit works as a differentiator. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ ആണ്. VO is equal to L into di by dt. If R is greater than XL, then voltage across this resistor is approximately equal to VI. Then current through this circuit is equal to VR by R, which is equal to VI by R. Now we can substitute the value of I in our output equation. We will get VO is equal to L into d by dt into VI by R. Here L and R are constant, so output voltage is directly proportional to derivative of input voltage. So എന്താണ് ഈ RL സർക്യൂട്ട് ഡിഫറൻഷിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. Okay, next question is design a differentiator circuit to differentiate a square wave of 10 volt peak to peak amplitude and 1 kilohertz frequency. So നമുക്കൊരു ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട് ഡിസൈൻ ചെയ്യണം. ഫസ്റ്റ് എന്താണ് ആ സർക്യൂട്ട് ഡ്രോ ചെയ്യാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കപ്പാസിറ്റർ ഇൻ സീരീസ് and a resistor in parallel. ഇതാണ് ഒരു ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട്. നെക്സ്റ്റ് എന്താണ് നമുക്ക് ആറിന്റെയും സിന്റെയും വാല്യൂസ് ഫൈൻഡ് ചെയ്യണം. സോ നമുക്ക് തിയററ്റിക്കലി അറിയാം ഒരു സർക്യൂട്ട് ഒരു RC സർക്യൂട്ട് ഡിഫറൻഷിയേറ്റർ ആയി വർക്ക് ചെയ്യാൻ എന്താണ് കണ്ടീഷൻ? ടൈം കോൺസ്റ്റന്റ് RC ഓഫ് ദ സർക്യൂട്ട് മസ്റ്റ് ബി വെരി സ്മോൾ കമ്പയർഡ് ടു ടൈം പീരീഡ് ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ. പ്രാക്ടിക്കലി നമ്മൾ പറയാം ഫോർ എ ഡിഫറൻഷിയേറ്റർ
time constant RC should be less than or equal to 0.00160. ആണ് ഒരു RC സർക്യൂട്ട് ഡിഫറൻഷിയേറ്റർ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ കണ്ടീഷൻ. Okay, this is very, very important. Given frequency is equal to 1 kilohertz. So time period T is equal to 1 by F, which is equal to 1 by 1 into 10 raised to 3, which is equal to 1 into 10 raised to minus 3. So T is equal to 1 millisecond obtain ചെയ്തു. Next എന്താണ്, നമുക്ക് R-ന്റെയും C-ന്റെയും വാല്യൂസ് ഫൈൻഡ് ചെയ്യണം. So let R is equal to 160K. നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഒന്നുകിൽ C-ന്റെ വാല്യൂ അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ R-ന്റെ വാല്യൂ അസ്യൂം ചെയ്യാം. Here let R is equal to 160K. So RC equal to എന്താണ്, RC equal to നമ്മുടെ കേസ് എന്താണ് 0.0016 T ആണ്. ടിയുടെ വാല്യൂ എന്താണ് 1 ms, അതായത് 1 into 10 raised to minus 3. നെക്സ്റ്റ് സിയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യാം. സി ഈക്വൽ ടു 0.0016 into 1 into 10 raised to minus 3 ഡിവൈഡഡ് ബൈ ആറിന്റെ വാല്യൂ എന്താണ് 160K. 160 into 10 raised to 3. ഇത് സോൾവ് ചെയ്താൽ we will get 10 picofarad. Okay, 1 picofarad is equal to 10 raised to minus 12. നമുക്ക് കിട്ടി, ആറിന്റെ വാല്യൂ കിട്ടി, സിന്റെ വാല്യൂസും കിട്ടി. അത് ഇവിടത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So C is equal to 10 picofarad and R is equal to 160K. ഇതാണ് ഡിഫറൻഷിയേറ്റർ സർക്യൂട്ടിന്റെ ഡിസൈൻ. അപ്പൊ പ്രാക്ടിക്കലി ഒരു സർക്യൂട്ട്, ഒരു RC സർക്യൂട്ട് ഡിഫറൻഷിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. RC should be less than or equal to 0.00160. ഇവിടെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, അപ്പൊ നമുക്ക് ടൈം പീരീഡ് ഫൈൻഡ് ചെയ്യാം. ദെൻ ഈ RCയിൽ ഏതെങ്കിലും ഒരു വാല്യൂ അസ്യൂം ചെയ്യാം. അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റും. കിട്ടിയ വാല്യൂസ് സർക്യൂട്ടിലേക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ വർക്ക് ആസ് an integrator. ഇവിടെ എന്താണ്, RL സർക്യൂട്ട് ആണ് തന്നത്. നമ്മൾ പഠിച്ചത് RC സർക്യൂട്ടിന്റെ ഇന്റഗ്രേറ്റഡ് കേസ് ആണ്. ഇത് നമ്മൾ നേരത്തെ ഡിഫറൻഷിയേറ്ററിന്റെ പ്രോബ്ലം ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് എന്താണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ഫൈൻഡ് ചെയ്യാം. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്, VO is equal to I into R. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് ആണ് I. Then ഔട്ട്പുട്ട് വോൾട്ടേജ് VO is equal to I into R. Then ഈ സർക്യൂട്ട് ഇന്റഗ്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ ആണ് XL is greater than or equal to R. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് വോൾട്ടേജ് കംപ്ലീറ്റ് ആയിട്ട് അപ്പിയർ എവിടെയായിരിക്കും, ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടായിരിക്കും. സോ നമുക്ക് VL is equal to VI എന്ന് റൈറ്റ് ചെയ്യാം. സോ കറന്റ് എന്ന് പറയുന്നത് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ദിസ് VL. സോ നമുക്ക് ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള കറന്റിന്റെ ഇക്വേഷൻ എഴുതാം. I is equal to 1 by L ഇന്റഗ്രൽ VI dt. ഇതാണ് ഇൻഡക്ടറിലൂടെയുള്ള കറന്റിന്റെ ഇക്വേഷൻ. ഈ കേസിൽ ഇൻഡക്ടറിന്റെ റിയാക്റ്റൻസ് ലാർജ് ആയത് കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന എല്ലാ വോൾട്ടേജും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഓൾ വോൾട്ടേജ് വിൽ അപ്പിയർ അക്രോസ് ദിസ് ഇൻഡക്ടർ. അതുകൊണ്ടാണ് കറന്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇൻഡക്ടർ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ കറന്റിന്റെ ഇക്വേഷൻ എന്താണ്, 1 by L ഇന്റഗ്രൽ VI dt. സോ ഈ കറന്റിന്റെ ഇക്വേഷൻ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ VO is equal to R by L integral VI dt. Here R and L are constant, so we can write
output voltage is directly proportional to integral of Vi dt. So നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? Output is the integral of input. So this circuit works as a integrate. ഈ കണ്ടീഷൻ ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഒരു RL സർക്യൂട്ട് ഇന്റഗ്രേറ്റഡ് വർക്ക് ചെയ്യണമെങ്കിൽ XL should be greater than R. Next problem, design an integrated circuit to integrate a square wave of 10 volt peak to peak amplitude and 1 kilohertz frequency. So നമുക്കൊരു ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ഡിസൈൻ ചെയ്യണം. ഫസ്റ്റ് എന്താണ്? ഡ്രോ ദ സർക്യൂട്ട്. ഇതാണ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ റെസിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ. C is connected in parallel. സോ നമുക്ക് ഇതിന്റെ ആറിന്റെയും സിന്റെയും വാല്യൂസ് ഫൈൻഡ് ചെയ്യണം. പ്രാക്ടിക്കൽ കേസിൽ ഒരു RC സർക്യൂട്ട് ഇന്റഗ്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ ആണ് RC ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16T. നമ്മൾ തിയററ്റിക്കൽ കേസിൽ പഠിച്ചിട്ടുണ്ട്. ടൈം കോൺസ്റ്റന്റ് ഓഫ് ദ സർക്യൂട്ട് ഷുഡ് ബി വെരി മച്ച് ഹയർ ദാൻ ദ ടൈം പീരീഡ് ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ. പ്രാക്ടിക്കലി ഒരു സർക്യൂട്ട് ഇന്റഗ്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് RC is greater than or equal to 16T. ഇത് ഇമ്പോർട്ടന്റ് ആണ്. Then നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? Given F is equal to 1 kilohertz. So time period is equal to 1 by F, which is equal to 1 into 10 raised to minus 3, 1 ms. നമുക്ക് ടൈം പീരീഡ് ഒബ്റ്റെയിൻ ചെയ്തു. സോ നേരത്തെ പ്രോബ്ലം പോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം? RC is equal to 16 into 1 into 10 raised to minus 3. ഇതിൽ ആറിന്റെയോ സിന്റെയോ വാല്യൂസ് അസ്യൂം ചെയ്യാം. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ലെറ്റ് C equal to 1 microfarad. So R is equal to 16 into 1 into 10 raised to minus 3 divided by 1 into micro means 10 raised to minus 6. By solving this, we will get 16K. So നമുക്ക് സിയുടെ വാല്യൂയും ആറിന്റെ വാല്യൂയും ഒബ്റ്റെയിൻ ചെയ്തു. ആ വാല്യൂ നമ്മുടെ സർക്യൂട്ടിലേക്ക് മാർക്ക് ചെയ്യാം. R is equal to 16K and C equal to 1 microfarad. So ഇതാണ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടിന്റെ ഡിസൈൻ. പ്രാക്ടിക്കലി ഒരു സർക്യൂട്ട് ഇന്റഗ്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ ആണ് RC is greater than or equal to 16T. നമ്മൾ തന്നിട്ടുള്ള ഫ്രീക്വൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ടൈം പീരീഡിന്റെ ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്യും. ഇവിടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1 millisecond ആണ് ഒബ്റ്റെയിൻ ചെയ്തത്. സോ RC is equal to 16 ms ആയിരിക്കും കിട്ടുന്നത്. ഇതിൽ എന്താണ്? ആറിന്റെയോ സിന്റെയോ വാല്യൂസ് നമുക്ക് അസ്യൂം ചെയ്യാം. Let us C is equal to 1 microfarad. So R is equal to 16K. കിട്ടിയ വാല്യൂസ് അവിടെ മാർക്ക് ചെയ്യാം. ഇതാണ് ഇന്റഗ്രേറ്ററിന്റെ ഡിസൈൻ. Hope you understood this. Thank you all.